വിവാദങ്ങൾക്കിടെ കേരള സർവകലാശാല വൈസ് ചാൻസലർ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. തൃശൂർ രാമനിലയത്തിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടക്കുന്നത്. വിവരങ്ങളുമായി MS ലിഷോയുണ്ട്. ലിഷോയ്, എപ്പോൾ ആരംഭിച്ചതാണ് കൂടിക്കാഴ്ച? ഒരുപാട് വിവാദങ്ങളുണ്ട്, പ്രത്യേകിച്ച് കേരളത്തെ ചൊല്ലി. ഇപ്പോൾ എങ്ങനെ പുരോഗമിക്കുന്നു? അല്പസമയം മുമ്പാണ് തൃശൂർ രാമനിലയത്തിലേക്ക് ഗവർണർ രാജേന്ദ്ര അർലേക്കർ എത്തിയത്. അതിന് പിന്നാലെ തന്നെ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഈ കേരള സർവകലാശാല VC മോഹൻ കുന്നുമ്മലും അങ്ങോട്ടേക്ക് എത്തി. ഇരുവരും മോഹനൻ കുന്നുമ്മൽ ഈ നിലവിൽ നടക്കുന്ന ഈ വിവാദങ്ങളോടൊന്നും തന്നെ പ്രതികരിച്ചില്ല. മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷേ ഒന്നും മിണ്ടാതെ അദ്ദേഹം ഗവർണർ ഉള്ള റൂമിനകത്തേക്ക് കയറി പോവുകയായിരുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. VCയുടെ ഏതൊക്കെ അധികാരങ്ങൾ പ്രയോഗിക്കാൻ കഴിയും, അതിനോടൊപ്പം തന്നെ VC ഇറക്കുന്ന ഉത്തരവുകളുടെ നിയമസാധുത സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയാവും. കൂടാതെ ഈ രജിസ്ട്രാറെ സംബന്ധിച്ച് രജിസ്ട്രാറെ പദവിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതും അതുപോലെ തന്നെ പകരം ചുമതല നൽകിയതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ചർച്ചയാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു സംഭവങ്ങൾക്കിടെ, അതായത് ഈ കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ ഇതുവരേക്കും അദ്ദേഹം ആരോഗ്യ സർവകലാശാലയുടെ ചുമതല കൂടിയുള്ള മോഹനൻ കുന്നുമ്മൽ ഇതുവരേക്കും ഈ കേരള സർവകലാശാലയിലേക്ക് പോയിട്ടില്ല. ഇത്രയും ദിവസം ഈ ഇതുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ തന്നെ തുടരുകയായിരുന്നു. പക്ഷേ ഇതുവരേക്കും അദ്ദേഹം ഒന്നും തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുമില്ല. എന്തായാലും ഇന്ന് നടക്കുന്ന ഈ ഒരു കൂടിക്കാഴ്ചയുടെ കാര്യങ്ങളും ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ എന്തായാലും മാധ്യമപ്രവർത്തകർ ചോദിക്കും എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്നുള്ളതാണ് കാത്തിരിക്കുന്നത്. ശരി, എന്തായാലും അതിനുശേഷം അദ്ദേഹം പ്രതികരണം നടത്തുമോ ഗവർണറുമായി സംസാരിച്ചതിന് ശേഷം എന്നുള്ളതാണ് ഇനി ഉറ്റുനോക്കുന്ന കാര്യം എന്ന് പറയുന്നത്. മോഹനൻ കുന്നുമ്മലും രാജേന്ദ്ര അർലേക്കറുമായുള്ള കൂടിക്കാഴ്ച ഇപ്പോൾ തൃശൂർ രാമനിലയത്തിൽ നടക്കുന്നു എന്നുള്ള വിവരമാണ് MS ലിഷോയ് നൽകിയത്.